കോഴിക്കോട് ഇരിങ്ങലിലെ കുഞ്ഞാലിമരക്കാർ സ്മാരക മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചത്. കുഞ്ഞാലിമരക്കാർ നാലാമൻ തന്റെ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി സ്വയം ഒരു ഭരണാധികാരിയുടെ വേഷമെടുത്തണിയുകയും ഇസ്ലാമിന്റെ സംരക്ഷകൻ എന്ന ബിരുദം സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരം ചെയ്തികൾ സാമൂതിരിയെ രോഷം കൊള്ളിച്ചെന്നുള്ള ലഘുലേഖയിലെ പരാമർശത്തിനെതിരെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ വിമർശമുയർന്നിരുന്നു. സാമൂതിരി അടക്കം പോർച്ചുഗീസ് പക്ഷം ചേർന്നപ്പോൾ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് കുഞ്ഞാലിമരക്കാർ ഇത്തരം സ്ഥാനങ്ങൾ എടുത്തണിഞ്ഞത്. ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളുടെയും ലോക മുസ്ലിങ്ങളുടെയും പിന്തുണ നേടാൻ വേണ്ടിയായിരുന്നു ഇതെന്ന് ചരിത്രകാരനായ ഡോക്ടർ KKN കുറുപ്പ് പറയുന്നു. 1595 ശേഷം സാമൂതിരിപ്പാട് അവരെ ഒരു വശത്താക്കി മാറ്റുകയും പോർച്ചുഗീസുകാരോട് നയതന്ത്രം പുനഃസ്ഥാപിക്കുകയും ചെയ്തതോട് കൂടിയിട്ട് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള അറബി രാഷ്ട്രങ്ങളുടെ ഇന്ത്യയിലെ തന്നെ മുസ്ലിം ഭരണാധികാരികളുടെ ഇവരെയെല്ലാം സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം ഡിഫൻഡർ ഓഫ് ഇസ്ലാം എന്നുള്ള ഇത് ടൈറ്റിൽ ഉപയോഗിച്ചതിൽ യാതൊരു തെറ്റും നമുക്ക് കാണാൻ കഴിയില്ല. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഇന്ത്യയിലെ നാടുവാഴികളടക്കം രാജാവെന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ മതേതര ആശയങ്ങൾ ഉപയോഗിച്ച് ചരിത്രത്തെ വിലയിരുത്തുന്നത് ശരിയല്ലെന്നും KKN കുറുപ്പ് പറഞ്ഞു. നജാത്തുള്ള, മീഡിയ 1, കോഴിക്കോട്.